ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ത്രെഡ്സ് ഓഫ് ലവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസത്തിന് ശേഷമാണ് നമ്മുടെ ചാനലിൽ ഒരു ക്ലാസ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റിച്ചുകളും നിങ്ങളെല്ലാവരും ചെയ്ത് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പം കഴിഞ്ഞ ക്ലാസ് മുതൽ ട്രഡീഷണൽ വർക്കിൻ്റെ ക്ലാസ്സാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ നോർമൽ നീഡിൽ യൂസ് ചെയ്തിട്ട് ബീഡ്സ് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് ത്രെഡ് വർക്ക് ആയിട്ടുള്ള കാന്ത വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മോട്ടീഫ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് ബോർഡിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ നോർമൽ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ സെയിം പാറ്റേണിൽ തന്നെയാണ് നമുക്ക് കാന്ത വർക്ക് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ 3 ലെയർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ സ്റ്റിച്ചായിട്ട് ഗ്യാപ്പ് കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ കാന്ത വർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൾട്ടി കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമുക്ക് ഏത് കളർഫുള്ളായിട്ടുള്ള ത്രെഡുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡിസൈന് ചെയ്തെടുക്കാം. അപ്പോൾ ട്രഡീഷണൽ വർക്കിൽ വരുന്ന ഒരു ഡിസൈനാണ് ഈ കാന്ത വർക്ക് എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ബോർഡറിലാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. മാക്സിമം നമ്മൾ ഓരോ സ്റ്റിച്ചിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് കുറച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോഴാണ് ആ ഒരു വർക്കിന് കൂടുതൽ ഭംഗി ഉണ്ടാവുക. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ കുർത്തീസിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാന്ത വർക്ക് വരുന്ന മെറ്റീരിയൽ തന്നെ നമുക്കിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് കുർത്താസോ അല്ലെങ്കിൽ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ, നൈറ്റീസിലൊക്കെ നമുക്ക് കാന്ത വർക്ക് വരുന്ന മെറ്റീരിയൽസ് വരുന്നുണ്ട്. അപ്പം ഇതേപോലൊരു പാറ്റേണാണ് നമുക്ക് ആ ഒരു മെറ്റീരിയലൊക്കെ കാണാൻ പറ്റുക. ഇതേപോലെ ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ഫുള്ളായിട്ട് റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തതുപോലുള്ളൊരു മെറ്റീരിയലാണ് നമുക്ക് കിട്ടുക. ഞാൻ ഈ ഔട്ട്ലൈന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫ്ലവർ പോർഷന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, കാന്ത വർക്കിൽ നമുക്ക് മൾട്ടി കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആക്കി എടുക്കാം. നമ്മൾ എത്രത്തോളം നല്ല നല്ല കളേഴ്സ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അത്രയും നമുക്ക് ആ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് ആ പിക്ചറിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടും. നമ്മൾ ഫസ്റ്റ് ചെയ്ത ലൈനിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയ ഗ്യാപ്പ്, ഒരുപാട് ഗ്യാപ്പ് ഇട്ട് ചെയ്യരുത്, ചെറിയ ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുക. കാരണം കുറച്ച് ദൂരെ നിന്നൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് കാണുന്ന സമയത്ത് നമുക്ക് ആ ഗ്യാപ്പ് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തടുത്ത് തന്നെയായിട്ട് നമുക്കിത് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുക്കാം കേട്ടോ.
ഈ ഒരു രീതിയിലാണ് നമ്മൾ ആ ഫ്ലവറിൻ്റെ ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ റണ്ണിങ് സ്റ്റിച്ച്, അധികം ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ഓരോ ലെയേഴ്സ് ചെയ്യുമ്പോഴും നമ്മൾ ചെറിയ ചെറിയ ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്.
ഇങ്ങനെയാണ് നമ്മുടെ കാന്ത വർക്കിൻ്റെ മോട്ടിഫിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതേപോലുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ മോട്ടിഫായിട്ട് ചെയ്ത് പഠിക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പിക്ചേഴ്സ് ആണെങ്കിലും തന്നെ നമ്മുടെ കുർത്തീസിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ടൈം എടുത്ത് സാവധാനം ചെയ്ത് പഠിക്കുക. ചെറിയ ചെറിയ സ്റ്റിച്ചുകളായിട്ട് അധികം ഗ്യാപ്പില്ലാത്ത രീതിയിൽ ചെയ്ത് നോക്കിയാൽ മതി. നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ മോട്ടിഫ് ഞാൻ ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുന്ന മോട്ടിഫുകൾ നന്നായിട്ട് അയൺ ചെയ്തതിന് ശേഷം 4 സൈഡിലും സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങളുടെ റെക്കോർഡിലേക്ക് സൂക്ഷിച്ച് വെക്കുക. ഇതാണ് ഞാൻ എൻ്റെ റെക്കോർഡിലേക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കാന്ത വർക്കിൻ്റെ മോട്ടിഫ്. ഇതേപോലുള്ള വലിയ വലിയ പിക്ചേഴ്സ് ചെയ്ത് പഠിക്കുക. അപ്പോഴേ നമുക്ക് ആ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ട്രഡീഷണൽ വർക്കായ കാന്ത വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് പഠിക്കുക. ചെയ്യുന്ന മോട്ടിവുകളൊക്കെ നല്ല നീറ്റായിട്ട് സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.